നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് നമ്മൾ പഠിച്ചു വരികയാണ്. പല റെഗുലേഷൻസും 2017 റെഗുലേഷൻസ്, 2018 റെഗുലേഷൻസൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ഏറ്റവും പ്രധാനമായ റെഗുലേഷൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും കാരണവരായ റെഗുലേഷൻ, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ റെഗുലേഷനുകളുടെ കാരണവരായ റെഗുലേഷനാണ് നമ്മളുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുന്നത്. ആ 2011 റെഗുലേഷനിൽ തന്നെ ഏറ്റവും പ്രധാനമായി ക്വാളിറ്റി ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രതിപാദികമായ വിഷയങ്ങൾ, നമ്മൾ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ. എന്നിരുന്നാലും ആ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസിലെ ആ 2011 റെഗുലേഷൻസിലെ എന്തൊക്കെ ഭാഗങ്ങളാണൊന്ന് കവർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തുടർന്ന് 2011 അനുബന്ധമായ റെഗുലേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. FSSAIയുടെ റെഗുലേഷൻസിലേക്ക് വരുമ്പോൾ സെക്ഷൻ 91 ഇതിൽ ഏറ്റവും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ റെഗുലേഷൻസ് എങ്ങനെ രൂപാന്തരപ്പെടുന്നു, ഏത് സെക്ഷൻ വഴിയാണ് റെഗുലേഷൻസ് വരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്ഷൻ 91 പ്രധാനമായിട്ടും പറയുന്നു. സെക്ഷൻ 92 പ്രകാരമായിട്ടാണ് റെഗുലേഷൻസ് ഒക്കെ വരുന്നത്. 91 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ് ഫോർ ക്യാരിങ് ഔട്ട് പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റ്സിന് റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സെക്ഷൻ 92 ക്ലോസ് 1 പറയുമ്പോൾ ഫുഡ് അതോറിറ്റിക്ക് വിത്ത് പ്രീവിയസ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ആഫ്റ്റർ പ്രീവിയസ് പബ്ലിക്കേഷൻ ബൈ നോട്ടിഫിക്കേഷൻ മേക്ക് റെഗുലേഷൻസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ആക്ട് ആൻഡ് റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ. ഇതിൻ്റെ വ്യത്യാസം നോക്കൂ. സെക്ഷൻ 91 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പ്രധാനമായിട്ടും അധികാരമുള്ളത്. എന്തിനാണ്? റൂൾസ്, ഈ ആക്ടിൻ്റെ ബേസ് ചെയ്ത് ആക്ട് നടത്തിയെടുക്കാനായിട്ട് റൂൾസ് കൊണ്ടുവരുന്നത്. സെക്ഷൻ 92 പ്രകാരം ആർക്കാണ് അതോറിറ്റി? ഫുഡ് അതോറിറ്റിക്കാണ്, ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്കാണ് റൂൾസ് ഇറക്കാൻ, റെഗുലേഷൻസ് കൊണ്ടുവരാനുള്ള അധികാരം. ഗവൺമെൻറ് റൂൾസും അതോറിറ്റി റെഗുലേഷൻസുമാണ് കൊണ്ടുവരുന്നത്. പ്രധാനമായ വിഷയം നമ്മുടെ ആദ്യത്തെ റെഗുലേഷൻ്റെ ആദ്യമായി ഒരു ഇൻട്രൊഡക്ഷൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു ഗഹനമായിട്ടൊരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. റെഗുലേഷൻസ് ഈ അതോറിറ്റി കൊണ്ടുവരണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രീവിയസ് അപ്രൂവൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഏത് റെഗുലേഷനാണ് കൊണ്ടുവരേണ്ടത് അത് ആദ്യം ഒന്ന് പബ്ലിസൈസ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ നടത്തും. അതിൻ്റെ ഒരു പബ്ലിഷ് ചെയ്ത ശേഷം അതിൽ നിന്ന് പൊതുജനത്തിൽ നിന്നും അഭിപ്രായങ്ങൾക്ക് എടുത്ത ശേഷം മോഡിഫൈ ചെയ്ത് വീണ്ടും റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇത് റെഗുലേഷനായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് സെക്ഷൻ 92 ക്ലോസ് 1. അപ്പോൾ സെക്ഷൻ 91 ബലത്തിലും സെക്ഷൻ 92 ബലത്തിലും സെക്ഷൻ 16 ബലത്തിലും സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ബലത്തിലൊക്കെയാണ് ഈ റെഗുലേഷൻസ് ഒക്കെ മുന്നോട്ട് വരുന്നത്. അല്ല, FSSAI ഡ്രാഫ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ത്രൂ അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റെൻസീവ് കൺസൾട്ടേഷൻസ്, ഡെലിബറേഷൻസ്, ചർച്ച, മീറ്റിംഗ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിനൊക്കെ വിളിച്ച്, ഇപ്പോൾ അക്കാഡമിക്സ് ഒക്കെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എങ്ങനെ റെഗുലേഷൻസ് കൊണ്ടുവന്ന് എല്ലാ ചർച്ചകളിലൂടെയാണ് ഒരു റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ 2011 ഒരു ഫൈനൽ റൂൾസ് അല്ല ഹാവ് ബീൻ നോട്ടിഫൈഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ ഓൺ 5th May 2011 ഈ ഒരു എന്താണ് ഫൈനൽ റൂൾസ് ഹാവ് ബീൻ നോട്ടിഫൈഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. FSSAI റെഗുലേഷൻ എന്ന ജനറൽ റെഗുലേഷൻ ഇറങ്ങുന്നത് 5th May 2011 വന്നത്. ആൻഡ് ദ ഫൈനൽ റെഗുലേഷൻസ് ഹാവ് ബീൻ, നമുക്ക് ഫൈനൽ റൂൾസ്, ഫുഡ് സേഫ്റ്റി റൂൾസ് ഉണ്ട് 11, ഫൈനൽ റെഗുലേഷൻ ഉണ്ട് വേറെ. ആൻഡ് ഫൈനൽ റെഗുലേഷൻ ഹാവ് ബീൻ നോട്ടിഫൈഡ് ഇൻ ദി ഗസറ്റ് ഓഫ് ഇന്ത്യ ഓൺ 1st August 2011. ഫൈനൽ റൂൾസ് ഹാവ് ബീൻ നോട്ടിഫൈഡ്. റൂൾസ് പറയുമ്പോൾ സെക്ഷൻ 91, റെഗുലേഷൻസ് മീൻസ് സെക്ഷൻ 92, ആൻഡ് ഫൈനൽ റെഗുലേഷൻ ഹാവ് ബീൻ നോട്ടിഫൈഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ ഓൺ 1st August 2011. ഈ റെഗുലേഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഈ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ആക്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടും സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന റൂൾസ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ റെഗുലേഷൻസ് വരുന്നത്, അല്ലേ? അപ്പം റൂൾസ് വരുന്നത്, ഫൈനൽ റൂൾസ് വരുന്നത് 5th May 2011 ഫൈനൽ റെഗുലേഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നത്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് 1st August 2011 വരുന്നത്. ആൻഡ് സാലൻ ഫീച്ചേഴ്സ് ഓഫ് FSS റൂൾസിലെ സാലൻ ഫീച്ചേഴ്സ് നോക്കാം. റൂൾസ് നമുക്ക് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് പഠിക്കാനില്ല, എന്നിരുന്നാലും അതിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. റൂൾസിൽ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറയുന്നത് റൂൾസിലെ പ്രസക്തമായ ഭാഗമാണ്. ഈ റൂൾസ് പ്രകാരം ഇപ്പം നമ്മൾ ആക്ടിനകത്ത് ഈ ഡെസിഗ്നേഷൻ ഓഫീസർ, ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നത്, ഈ കാര്യങ്ങൾ ഇവരൊക്കെ എന്താണ് എന്ന് ആക്ടിൽ കണ്ടു. ഈ ആക്ടിലെ ഈ പറയുന്നവരുടെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെയായിരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്
റൂൾസിലാണ്, റെഗുലേഷൻ അല്ല റൂൾസിലാണിത് പറയുന്നത്. ഓക്കെ. ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനാലിസ്റ്റ്. ഫുഡ് അനാലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അനാലിസിസ് റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ റൂൾസിൽ പ്രത്യേകിച്ച് പരാമർശിക്കുന്നു. അഡ്ജുഡിക്കേഷൻ പ്രൊസീജിയർ, അപ്പീൽ, ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ കോടതി, ഇതിനു വേണ്ടി സ്പെഷ്യൽ കോടതികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവരെങ്ങനെ പ്രവർത്തിക്കണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ഈ റൂൾസിൽ, FSS റൂൾസിലാണ്, 5 May 2011 വന്ന റൂൾസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് അനാലിസ്റ്റ്, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ, ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ റൂൾസിൽ പറയുന്നു. ഏറ്റവും പ്രധാനമായിട്ടും ആക്ടിനകത്ത് പറയുന്ന ഈ പറയുന്ന അതോറിറ്റീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് റൂൾസിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ആക്ടിനകത്ത് തന്നെ എസെൻഷ്യൽ റൂൾസ് ആൻഡ് ആക്ട് എന്ന FSS ആക്ട് ആൻഡ് അതർ റെലവൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏതിലാണ് പറയുന്നത് ചോദ്യം വരികയാണെങ്കിൽ FSS റൂൾസ് 2011 പറയുന്നുണ്ടെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. സ്പെഷ്യൽ കോടതി, നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കോടതികളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇനി അപ്പം ഇത്രയുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾസിനകത്ത് ഇവിടെ വരുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞ് പോകാം എന്ന് വിചാരിച്ചു. അത് വേണമെങ്കിൽ ആ ആക്ടിനകത്ത് എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏതിലാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദ്യം വന്നാൽ, പിന്നെ ഗസറ്റിൽ എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് റെഗുലേഷൻ ഏതിലാണ് ആദ്യം വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് റെഗുലേഷനിലേക്ക് കടക്കാം. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് റെഗുലേഷൻസ് നമ്മുടെ ആക്ടിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. 2011 ആക്ടിങ് റെഗുലേഷൻസ് 2011. ദീസ് റെഗുലേഷൻസ് എന്തിനാണ്? പാക്കേജിങ് ആൻഡ് ലേബലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ റെഗുലേഷൻ്റെ ഉദ്ദേശം അതിൽ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ലേബലിംഗ് നടത്തേണ്ടത്, എങ്ങനെയാണ് പാക്കേജിങ്, പാർക്കിംഗ് ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നു. അതെ, ഒബ്ജക്റ്റീവ് പ്രൊവൈഡ് ഫോർ ജനറൽ പാക്കേജിംഗ് റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽ or metals used and for packaging requirements for specific food products. എന്താണ് മെറ്റൽസ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പാക്കേജിങ് നടത്തുന്നത്, എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാം, എന്ത് ഉപയോഗിച്ചുകൂടാ, അങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് നോക്കണം, സ്പെസിഫിക് ഫുഡ് പ്രോഡക്ട്സ് എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ ലേബൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഈ 2011 റെഗുലേഷനിൽ പറയുന്നു. ആൻഡ് റെഗുലേഷൻ പ്രോഹിബിറ്റ് മാത്രമല്ല, ഇതെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ മാർക്ക് ചെയ്യാത്തതോ ലേബൽ ചെയ്യാത്തതോ പാക്കേജിങ് കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ മാനുഫാക്ചറോ ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, എക്സ്പോസിഷൻ ഫോർ സെയിൽ, ഡെസ്പാച്ച് ഓർ ഡെലിവറി ടു എനി ഏജൻറ്റ് ഓർ ബ്രോക്കർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്. അപ്പം പറഞ്ഞ രീതിയിൽ റെഗുലേഷൻസ് അനുസരിച്ച് ഇതൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള പ്രോഡക്റ്റിൻ്റെ സെയിലും മാനുഫാക്ചറും എക്സ്പോർട്ടും ഒന്നും സമ്മതിക്കുകയില്ല എന്ന് റെഗുലേഷനിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു. ഇത് നിലവിൽ വന്നത്, ഈ റെഗുലേഷൻസ് നിലവിൽ വന്നത് 5 August 2011 ഈ റെഗുലേഷൻ നിലവിൽ വന്നത്. 5 August 2011 ഇത് നിലവിൽ വരുന്നത്. 5 August 2011 ഈ റെഗുലേഷൻ, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷൻ നിലവിൽ വരുന്നത്. തുടർന്ന് എന്താണ്, ലെറ്റ് അഡ്രസ് ദ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പാക്കിംഗ് റെഗുലേഷൻസ് നോക്കുകയാണ്. 2011 പ്രത്യേകമായ ഇമ്പോർട്ടൻ്റ് ആയ കോണ്ടെക്സ്റ്റ് നോക്കണം. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ അവസാനത്തിൽ ഞാൻ പറയും. ഇത് ഈ 2011 ഈ ഒരു റെഗുലേഷൻ്റെ അവസാനം വരുമ്പോഴേക്കും ഞാൻ പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഇതിൽ പാക്കേജിങ് ലേബലിങ്ങിൻ്റെ കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. സൈലൻറ്റ് ഫീച്ചേഴ്സ് ഇവർ പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. പ്രത്യേകമായ സൈലൻറ്റ് ഫീച്ചേഴ്സ് പാക്കിംഗ് എന്ന് പറയും. പാക്കേജിംഗ് വരുമ്പോൾ നൗ പ്രൈമർലി ഗവേൺ വിത്ത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ 2018 ഇപ്പോഴത്തെ പാക്കേജിംഗ് റെഗുലേഷൻ നടക്കുന്നത്. പഴയതിൽ പറയുന്നുണ്ട്, ഈ 2011 റെഗുലേഷൻ ഇപ്പോൾ ഇല്ല, റിപ്പീൽ ചെയ്തു. ഈ 2011 പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് എന്ന് പറയുന്ന റെഗുലേഷൻ 2018 പാക്കേജിംഗ് റെഗുലേഷനായിട്ടും 2020 ലേബലിംഗ് റെഗുലേഷനുമായിട്ടും രണ്ടായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. 2011 റെഗുലേഷൻ ഇപ്പോൾ നിലവിലില്ല എന്ന് വേണം പറയാൻ. സിലബസിൽ പറയുന്നത് കൊണ്ട് നമ്മളത് തൊട്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ ലേബലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ലേബലിംഗ് പറയപ്പെടുന്നത് ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ 2020. എന്നിരുന്നാലും പഴയ കാലത്തിൻ്റെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് മറക്കാൻ പാടുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
പ്രധാനമായ റെഗുലേഷൻ എന്താണ് 2011 റെഗുലേഷൻസ് എന്താണ്, അവരുടെ സ്പെസിഫിക് സാലന്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കി പോകുന്നത് അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2011 റെഗുലേഷൻസ് നോക്കുമ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് പ്രൊവൈഡ് കൺസ്യൂമർ വിത്ത് നെസസറി ഇൻഫർമേഷൻ. പാക്കിംഗ് ആൻഡ് ലേബലിംഗിൻ്റെ ഉദ്ദേശം എന്തിനാണ്? അവിടെ പാക്കേജിംഗ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും കീ ഏരിയാസ് കവർ ചെയ്യുന്നത് ജനറൽ ലേബലിംഗ് റിക്വയർമെൻറ്റ്, മാൻഡേറ്ററി ഡിക്ലറേഷൻ ഓഫ് ഫുഡ്, ദ ഫുഡ് നെയിം. ഈ ഭക്ഷണത്തിൻ്റെ പേര് തീർച്ചയായിട്ടും അതിൽ മാൻഡേറ്ററി ആയിട്ട് അതിൽ പാക്കേജിങ്ങിനായിട്ട് എഴുതിയിരിക്കണം. എന്തൊക്കെയുണ്ട്, ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ട്, അതിൻ്റെ വെയിറ്റ് എത്ര ഗ്രാം വീതമാണ് ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ അതിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. 2011 ലേബൽ റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. ഡിക്ലറേഷൻ വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് കാണുന്ന സ്റ്റാറ്റസ് കൊടുക്കില്ല. പച്ച കുത്ത്, പിന്നെ ചോപ്പില്ലല്ലോ, ബ്രൗണോ അതില്ല. പച്ച എന്തിനാണ് കാണിക്കുന്നത്? വെജ് സ്റ്റാറ്റസ് കാണിക്കുന്നതാണ്. സ്പെസിഫിക് സിമ്പിൾ ഗ്രീൻ ഡോട്ട് ഫോർ വെജ്, ബ്രൗൺ ഡോട്ട് ഫോർ നോൺ വെജ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ലേ ഓരോ പാക്കറ്റൊക്കെ മേടിക്കുക. എന്നാലും നെയ്യ് മേടിക്കുമ്പോഴൊക്കെ വെജിറ്റബിൾ ആണ് അല്ല വെജ് ആണെന്ന് കാണിക്കുക ഒരു പച്ച മാർക്ക്, ഗ്രീൻ മാർക്ക് അതിൽ കൊടുത്തിരിക്കും. അല്ലാതെ എന്താണ് ബ്രൗൺ ആണ്, മീറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഡിക്ലറേഷൻ ഓഫ് നെറ്റ് ക്വാണ്ടിറ്റി, എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി, വോളിയം ഓർ നമ്പർ എത്ര പറയണം. ഡിക്ലറേഷൻ ഓഫ് മാനുഫാക്ചറിങ് ഡേറ്റ് അതിൽ പറയണം. ബെസ്റ്റ് ബിഫോർ ആൻഡ് യൂസ് ബൈ ഡേറ്റ് എന്ന ഈ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചർ, പാക്കേജർ, ഇമ്പോർട്ട്, ആരാണോ നിർമ്മിക്കുന്നത്, ആരാണോ ഇറക്കുമതി ചെയ്തത്, ആരാണോ പാക്ക് ചെയ്തത്, അവരുടെ ഡീറ്റെയിൽസ് നെയിം ആൻഡ് അഡ്രസ്സ് കൊടുത്തിരിക്കണം. ലോട്ട് കോഡ്, ബാച്ച് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഈ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, കൺട്രി ഓഫ് ഒറിജിൻ, ഇറക്കുമതി ചെയ്ത ഭക്ഷണമാണെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്ന് വരുന്നതെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്യണം. പിന്നെ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ് ഇഫ് നെസസറി, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ കഴിക്കണം എന്ന കാര്യത്തിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ അത് ചിലപ്പം അങ്ങനെ അത് കഴിക്കുക, അങ്ങനെ വേണം യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആ ഫുഡിൽ അതിൻ്റെ ആ പാക്കേജിങ്ങിൽ ഉണ്ടായിരിക്കണമെന്നും 2011 റെഗുലേഷനിൽ പറയുന്നു. പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഫുഡ് അഡിറ്റീവ്സ് യൂസ്, ഫുഡ് അഡിറ്റീവ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതും ഡിക്ലെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, അടുത്ത ഏറ്റവും പ്രധാനമായൊരു കാര്യം 2011 പ്രധാനമായൊരു കാര്യമാണ് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ പറയുന്നു. റിക്വയർമെൻറ്റ്സ് ഓഫ് പ്രൊവൈഡിങ് ന്യൂട്രീഷണൽ ഫാക്ട്സ് ആസ് പെർ 100 gram 100 ml ഓർ പെർ സെർവിങ്, എനർജി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എത്ര, കാർബോഹൈഡ്രേറ്റ് എത്ര, എന്താണ് പ്രോട്ടീൻ എത്ര, എനർജി ആ പറഞ്ഞ കാര്യങ്ങളുടെ കറക്റ്റായിട്ടുള്ള അളവ് രേഖപ്പെടുത്തണം. ആൻഡ് വിച്ച് ബിക്കെയിം ഇൻക്രീസ്ലി മാൻഡേറ്ററി ഓവർ ടൈം, സ്പെഷ്യലി ഫോർ സർട്ടൺ ഫുഡ് പ്രോഡക്റ്റ് കാറ്റഗറീസ് അല്ലേ. കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, ഫാറ്റ് എത്രയുണ്ട്, ഷുഗർ എത്രയുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, അപ്പം ആ ഗ്രീൻ ഡോട്ട് ആൻഡ് ബ്രൗൺ ഡോട്ടൊക്കെ വരുന്നത് ഏത് റെഗുലേഷൻ പ്രകാരമാണ്? 2011 റെഗുലേഷൻ പ്രകാരമാണ്. ലേബലിംഗ് ആൻഡ് മാർക്കിംഗ് റെഗുലേഷൻ പ്രകാരം ഓർക്കുക. അപ്പം മീറ്റ് പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഏത് മാർക്കാണ് കൊടുക്കുന്നത്? ഗ്രീൻ ഡോട്ടാണോ റെഡ് ഡോട്ടാണോ എന്നൊക്കെ പ്രത്യേകം ചോദ്യം വേണമെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ്. FSSAI logo license number, requirement to display the FSSAI logo license number issued in the food business operator on the label. FSSAI ലോഗോയും ലൈസൻസ് നമ്പറും എന്താണ് ഇഷ്യൂ ചെയ്യണം അല്ല ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞ ആദ്യത്തെ റെഗുലേഷനും 2011 ഈ പറഞ്ഞ റെഗുലേഷൻ തന്നെയാണ് വരുന്നത്.